സോ നമ്മളിന്ന് OTT റിലീസായി എത്തിയിട്ടുള്ള ഗരുഡൻ എന്ന സിനിമയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ വെട്രിമാരനാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അത് തന്നെ ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് തന്ത്രം പോലെ ഉണ്ടായിരുന്നു ശരിക്കും. പിന്നെ RS ദുരൈ സെന്തിൽകുമാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ കൊടി, പട്ടാസ് തുടങ്ങിയ സിനിമകൾ എടുത്തിരിക്കുന്നത്. സോ സിനിമയിൽ ലീഡ് ചെയ്തിരിക്കുന്നത് സൂരി, ഉണ്ണിമുകുന്ദൻ, ശശികുമാർ, ശിവദ തുടങ്ങിയവരാണ് ഇതിൻ്റെ ലീഡ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 3 കാര്യങ്ങളിൽ നിന്നാണ്: മണ്ണ്, പെണ്ണ്, പണം തുടങ്ങിയ. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലൊരു ഇത് വെച്ചിട്ട് ധാരാളം സിനിമകൾ, തമിഴ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നൊരു സിനിമയാണ് ഈ ഗരുഡൻ എന്നുള്ള ഒരു സിനിമ. യൂഷ്വൽ ടെംപ്ലേറ്റ്, യൂഷ്വൽ ക്രിഞ്ച് സീനുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാധാ ഒരു കഥ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അതിലെന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്രീൻ പ്ലേ കുറച്ചുകൂടെ മികച്ചതാക്കാമായിരുന്നു എനിക്ക് തോന്നി. കാരണം നമുക്കറിയാം ത്രൂ ഔട്ട് നമുക്കറിയാം അടുത്ത സീൻ എന്തായിരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ അവസാനം എന്തായിരിക്കും, ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് വളരെ നന്നായി അറിയുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു ഈ സിനിമയിൽ. സ്റ്റോറി ക്രിഞ്ചാണെങ്കിലും സ്ക്രീൻ പ്ലേയിൽ എന്തെങ്കിലും ചെയ്താണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും. സിനിമയിൽ അപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂരി, ശശികുമാർ, ഉണ്ണിമുകുന്ദനാണ്. അപ്പം 3 പേര് സുഹൃത്തുക്കളാണ്. ശരിക്കും ആദി എന്ന ക്യാരക്ടറായിട്ടാണ് ശശികുമാർ, കരുണ എന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ ഉണ്ണിമുകുന്ദനാണ്. ഈ 2 പേരും ചെറുപ്പം തൊട്ടേ നല്ല ഫ്രണ്ട്സാണ്. ചൊക്കൻ എന്നുള്ള ക്യാരക്ടറാണ് സൂരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസിയായിട്ടുള്ള, കരുണയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്, ഭരിക്കാൻ പറഞ്ഞാൽ പോലും ചെയ്യുന്ന അത്തരത്തിലൊരു ക്യാരക്ടറാണ്. ചെറുപ്പത്തിൽ നടന്ന ഒരു കാര്യം കൊണ്ട് അങ്ങനെ ഇതായിട്ടുള്ളതാണ്. ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം. ആദി എന്നുള്ള ക്യാരക്ടർ അത്യാവശ്യം നല്ല സ്ഥിരം ടെംപ്ലേറ്റ് ക്യാരക്ടറാണ്. സൗഹൃദത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ആ ഒരു ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. കരുണ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതിനൊപ്പം തോന്നിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. പൈസൻ്റെ ആവശ്യം വരുന്നു. ഒരു ചെറിയ തൻ്റെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സും കോൺഫ്ലിക്റ്റുകളും ഇവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ വരുന്ന ബ്രേക്കും അതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സോ അതൊക്കെ നമ്മളെ കണ്ടിട്ടുള്ളതാണെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു വാവ് മൊമെൻറ്റോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും തോന്നിയില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങളാണ് പിന്നീട് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ചൊക്കൻ എന്നുള്ള ക്യാരക്ടർ ഏത് ഭാഗത്ത് നിൽക്കണം, തൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അത്രയും വിശ്വാസമാണോ, ന്യായത്തിന് പുറകെ നിൽക്കണോ എന്നുള്ളൊരു സംഭവമുണ്ട്. അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഒരു പകുതി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനും ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും ആ ത്രൂ ഔട്ട് സാധാരണ വരുന്ന കഥയെ കുറിച്ച് പറയുന്ന അങ്ങനെ ഫസ്റ്റ് ഹാഫ് പോയി. ഇൻ്റർവെൽ ബ്ലോക്ക് ആണെങ്കിലും എനിക്ക് അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ വലിയ എക്സൈറ്റഡ് ആയിട്ടൊന്നും തോന്നിയില്ല. സൂര്യയുടെ മറ്റേ സീനൊക്കെ, ഇൻ്റർവെൽ സീനൊക്കെ അങ്ങനെ ഭയങ്കര റെസ്പോണ്ടീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് ഭയങ്കര ഒരു റൈറ്റിങ്ങിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. നമുക്കറിയാം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ തോന്നിയില്ല. സെക്കൻഡ് ഹാഫിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശശികുമാറിൻ്റെ ഒരു ഫൈറ്റ് സീനുണ്ട്. മറ്റേ ഉണ്ണിമുകുന്ദൻ സ്ഥലത്ത് കുട്ടീനെയും കൊണ്ടുപോയിട്ട് ഒരു ഫൈറ്റ് സീനുണ്ട്. അത് അടിപൊളിയായിരുന്നു. കാരണം പുള്ളി ഫൈറ്റ് സീൻ നന്നായി ചെയ്തിട്ടുണ്ട്. അത് നല്ല കൊറിയോഗ്രഫി ആയിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈറ്റ് സൂര്യയുടെ അതും നന്നായിരുന്നു. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നല്ലതായിട്ട്. പിന്നെ സമുദ്രകനിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര വീക്ക്ലി റിട്ടേൺ ആയിട്ടുള്ള പോലെ വെറും ജസ്റ്റ് ഒരു നരേറ്റീവ് ആയിട്ടുള്ളത് മാത്രം കൊടുക്കാതെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. ഇതിൽ ഏറ്റവും വലിയ ഫ്രഷ്നെസ് ആയിട്ട് തോന്നി. നമുക്കറിയാം ഇത്രയും ടെംപ്ലേറ്റ് സ്റ്റോറി ആണെങ്കിൽ പോലും ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് സിനിമയെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്തുന്നത്. കാരണം സൂര്യനെ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാനുള്ള ഒരു നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും സിനിമയിൽ. പുള്ളി അത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേയധികം എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഒരു ചില കാര്യങ്ങളൊക്കെ ഒരു ഒഴിവാക്കായെന്ന് തോന്നി. കാരണം സൂര്യയുടെ ലവ് ട്രാക്ക് എന്ന രീതിയിൽ സിമ്പിളായി കാണിച്ചു, അത് മതിയായിരുന്നു. പിന്നീട് പാട്ടൊക്കെ വെച്ച് ഒരുമാതിരി ആക്കി, പക്ഷേ എങ്കിലും ഓക്കെ ആയിരുന്നു. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ സീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ക്യാരക്ടർ ആർക്ക് എങ്ങോട്ട് പോകും എന്നറിയാം പുള്ളിയുടെ. പക്ഷേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയാലും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ആ ക്യാരക്ടർ റിവീലിംഗ് ആയാലും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. എല്ലാം വളരെ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. പക്ഷേ അപ്പോൾ നമ്മൾ ഓക്കെ ഇതൊക്കെയാണല്ലേ കാര്യങ്ങൾ അങ്ങനെ വിചാരിക്കും. അല്ലാതെ ഇതൊക്കെയാണല്ലേ അങ്ങനെ ഒരു നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ആ റൈറ്റിങ്ങിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്റിങ്ങിലൊരു കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു പടമായി ഈ ഗരുഡൻ മാറിയേനെ. ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഒരു തമിഴ് സിനിമയിൽ വന്നതിനേക്കാളും ഫാർ ബെറ്റർ മൂവിയാണ് ഗരുഡൻ എന്നുള്ള സിനിമ. സോ OTTയിലുണ്ട്. സോ ജസ്റ്റ് നല്ല വാച്ചബിൾ മൂവിയാണ്. ഓരോരുത്തർക്കും ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കും. സോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.